ഇത് നടൻ മുരളി പോലും താൻ മറ്റൊരു സിനിമയിൽ ജോയിൻ ചെയ്യും, ഇതിവിടെ നിർത്തിവെക്കേണ്ടി വരുമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതിൻ്റെ ഇടയ്ക്ക് മുരളിയേട്ടൻ്റെ പ്രശ്നം. മുരളിയുടെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ സമയത്തിനുള്ളിൽ തീർന്നില്ലെങ്കിൽ വരും ഷൂട്ടിംഗ്. പിന്നെ ഞാൻ മറ്റേ സിനിമ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ നടക്കുള്ളൂ. മകനു വേണ്ടി വീട് വിറ്റ അച്ഛന് മുന്നിലും ആഭരണങ്ങൾ അഴിച്ചു നൽകിയ വിവാഹിതരായ സഹോദരിമാർക്ക് മുന്നിലും പണം കടം കൊടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മുന്നിലും ഹരിചന്ദനെ നിർത്തിവെച്ചാലുണ്ടാവുന്ന ദുരന്തം എത്ര വലുതാവുന്ന മാർട്ടിൻ അറിയാവുന്നതുകൊണ്ട് അങ്ങേയറ്റം വീണ്ടും തുടങ്ങാൻ പണമുണ്ടാക്കാൻ ഓടുന്ന മാർട്ടിൻ്റെ ദയനീയ മുഖങ്ങളുടെ ദിനമായിരുന്നു പിന്നെ ഞങ്ങൾ നിത്യവും കണ്ടുകൊണ്ടിരുന്നത്. മാർട്ടിൻ ഒരു ദിവസം വരുന്നു, മാർട്ടിൻ വന്നിട്ട് പറഞ്ഞു എന്തായാലും 2-3 ദിവസം കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ചിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പാക്കപ്പ് ചെയ്യാം. അപ്പം അവിടെ പാക്കപ്പ് ചെയ്താൽ നടക്കേണ്ട. കാരണം ഒന്നാമതും മാർട്ടിൻ്റെ നാടാണ് ഈ ഷൊർണൂർ ഒറ്റപ്പാലം എന്ന് പറയുന്നത്. മാർട്ടിൻ എല്ലാം പരിചയം, മാർട്ടിൻ്റെ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും വരുന്നതാണ്. മാർട്ടിൻ പണം കൊണ്ടുവരുന്നതും കാത്ത് സിനിമാ സെറ്റ് മുഴുവൻ പല ഹോട്ടലുകളായി തമ്പടിച്ചിരിക്കുന്ന സമയത്ത് ശ്രീ മമ്മുക്ക വീണ്ടും തന്നെ വിളിച്ചതായി VM വിനു തന്നെ പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ എന്താണ് ചെയ്യുക എന്നൊരു പിടി ഇങ്ങനെ കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മമ്മുക്ക എന്നെ വിളിക്കുന്നു. ഷൂട്ടിംഗ് നിർത്തിവെച്ചതിനാൽ നഷ്ടപ്പെടുന്ന ദിനങ്ങൾ ഷൂട്ടിംഗ് ദിനങ്ങളായി പിന്നീട് തെറ്റിദ്ധരിക്കപ്പെടുമെന്നും അത് സംവിധായകൻ്റെ ഭാവിക്ക് ദോഷമാകുമെന്ന് ഉപദേശിച്ച മമ്മുക്ക പടം തൽക്കാലം പാക്കപ്പ് ചെയ്യാൻ തന്നെ ഉപദേശിച്ചുവെന്നും ശ്രീ വിനു പറയുന്നുണ്ട്. അപ്പം ഞാനെന്ത് ഒന്നും ചെയ്യാൻ, നീ പ്രൊഡ്യൂസർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പാക്കപ്പ് ചെയ്ത് തൽക്കാലത്ത് അടുത്ത ഷെഡ്യൂൾ പ്ലാൻ ചെയ്യും ഇമ്മീഡിയറ്റ്. തൻ്റെ സിനിമാ മുൻപരിചയം വെച്ച് മമ്മുക്ക പറഞ്ഞ ഈ കാര്യം ആകെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് പിന്നീടുണ്ടായത്. ഈ സിനിമയിലെ മുരളി ചെയ്യുന്ന കഥാപാത്രം പിന്നീട് കേട്ടപ്പോൾ മമ്മുക്ക ഏറെ ആഗ്രഹിക്കുകയും ആ കഥാപാത്രം കിട്ടാൻ വേണ്ടിയാണ് ആദ്യം VM വിനുവിനെ സെറ്റിൽ വന്ന് കണ്ടതെന്നും അത് കിട്ടാതായപ്പോൾ ആ വൈരാഗ്യം തീർക്കാൻ അദ്ദേഹം ഈ പടം നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനുള്ള ചില കരുക്കൾ നീക്കിയെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അവസാനം ഡയറക്ടറെ വിളിച്ച് പാക്കപ്പ് ചെയ്യാൻ പറഞ്ഞതെന്ന് വരെ കഥകൾ സിനിമാ സെറ്റിൽ പറഞ്ഞു. ഇതൊന്നും വിശ്വാസയോഗ്യമല്ല. കാരണം ഒരു സംവിധായകൻ തൻ്റെ ആദ്യത്തെ പടം ഒരിക്കലും പുറത്തിറക്കാൻ വിമുഖത കാണിക്കില്ല. ഇനി ബാക്കി ഇവിടെ ഒറ്റപ്പാലത്ത് വന്ന ക്ലൈമാക്സ് ഫൈറ്റും ക്ലൈമാക്സ് സീനും അതോടനുബന്ധിച്ചില്ല 2-3 സീനും മാക്സിമം വന്ന ഒരു 4-5 ദിവസത്തെ അവർക്ക് മുരളിയേട്ട കേട്ടല്ലോ. മാക്സിമം 5 ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ഇനി ബാക്കിയുള്ളൂ എന്ന് സംവിധായകൻ പറയുന്നു. എനിക്കിന്നും തീരാത്തൊരു സംശയം അത് മാത്രമേ ഉള്ളൂ. ഇത്രയും താരങ്ങളുള്ള ഇത്രയും മൂല്യമുള്ളൊരു സിനിമ